വാ ഇരിക്കേ. ഇരിക്കും കുട്ടി. പാത്തുമ്മയെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ. ഞമ്മക്ക് ഒത്തിരി ഒത്തിരി സന്തോഷായി. കൊച്ചുമോള് സുന്ദരിയാ. ഓന് ഫോട്ടോ കാണിച്ചു തന്നിട്ടുണ്ടേ. അതിലും സുന്ദരിയാ അമ്മച്ചി. ശരിയാ ശരിയാ. ഒന്ന് പോ, കളിയാക്കല്ലേ. കളിയാക്കിയൊന്നുമല്ല, സത്യ പറഞ്ഞ. നിങ്ങൾ മോശമൊന്നുമല്ല. നിങ്ങളിരിക്കേ, ഞാൻ ചായ എടുക്കട്ടെ. ചായ ഒന്നും വേണ്ട അമ്മച്ചി. ചായ വേണ്ടാന്ന് നീയാണോ തീരുമാനിക്കണേ? എനിക്ക് ചായ വേണം. പഞ്ചാര ഇടാമോ? ഓ, അല്ലാണ്ട കാര്യം കൊണ്ട് ഇതുവരെ അസുഖമൊന്നുമില്ല. എന്റെ കർത്താവേ. നടക്കാനുള്ളത് എപ്പോഴാണേലും നടക്കും. എപ്പോഴാണെങ്കിലും ഒരു പൊട്ടിത്തെറി ഉണ്ടാവേണ്ടതല്ലേ. നേരത്തെ നടന്നു എന്ന് വിചാരിച്ചാൽ മതി. അവളുടെ അവൻ്റെയും വിഷമം ഓർത്താ എനിക്ക് സങ്കടം. പാവം കുട്ടികള്. എല്ലാത്തിനും പടച്ചോനൊരു വഴി കാട്ടിത്തരും. ധൈര്യമായിട്ടിരിക്കേ. ഇനി റോസമ്മച്ചി ഇവിടെ തനിച്ചല്ല, നമ്മളും കൂടി ഉണ്ടാവും കൂടെ. അമ്മച്ചി ഇവിടെ ഒറ്റയ്ക്കാണെന്ന് അറിഞ്ഞപ്പോ മുതല് ഇവനാകെ ബേജാറാ. അതാ ഞാനും കൂടി ഇങ്ങി പോന്നേ. തമ്മി കണ്ടിട്ടില്ലെങ്കിലും പ്രിയമോളും അമ്മച്ചിയും നമ്മുടെ മനസ്സിലുണ്ട്. അമ്മച്ചി ഓരോന്നോർത്ത് വിഷമിക്കണ്ട. നിങ്ങളുടെയൊക്കെ സ്നേഹം കാണുമ്പോ എനിക്ക് വിഷമിക്കാൻ പറ്റുമോ? വിഷമവും സങ്കടവും ഒക്കെ മാറ്റി വെച്ചിട്ടേ നിങ്ങളൊന്നും ഉഷാറാവേം. ആ കത്തുകളൊക്കെ എടുത്തിട്ടേ ഒന്ന് വായിക്കേ. അച്ചായന്റെ കത്തുകളെ. ഉമ്മൂട്ടിയോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഉമ്മൂട്ടി 2 ദിവസം ഇവിടെ നിൽക്കട്ടെ. അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവില്ലേ? ഞമ്മക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. അതെ, നിങ്ങക്ക് നിങ്ങളുടെ മോള് ചങ്കാണെങ്കിലേ ഞമ്മക്ക് ഞമ്മടെ മോനും ചങ്ക. അപ്പൊ നമ്മൾ രണ്ടാളും എന്താ നിങ്ങള് പറ. അപ്പൊ എന്റെ 2 ചങ്ക്സുകളും കൂടി ഇരുന്ന് സംസാരിക്കേ. ഞാൻ പോയിട്ട് വരാട്ടാ. ശരി മോനെ. ശരി. കഴിക്കേ. പത്തിരിയാ? പാത്തുമ്മയ്ക്ക് പത്തിരി ഇഷ്ടാണല്ലോ, അതുകൊണ്ടുണ്ടാക്കിയതാ. എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. ഈ റോസമ്മച്ചിയുടെ ഒരു കാര്യം, ഇത് കൊള്ളാം. നമ്മളുണ്ടാക്കണ അതേ രുചി. ഇന്നെല്ലാവരും എല്ലാ ഭക്ഷണവും ഉണ്ടാക്കും. ഇറച്ചിയും മീനും സാമ്പാറും പായസവും എല്ലാം എല്ലാരും കഴിക്കുകയും ചെയ്യും. പക്ഷേ ഒത്തൊരുമ മാത്രം. ഇന്നാര് പറഞ്ഞു? ഈ റോസമ്മയും ഈ പാത്തുമ്മയും നല്ല ഒരുമയിലല്ലേ? നമ്മളെ പോലെ എല്ലാരും മനസ്സ് കാട്ടുവോ? മറ്റുള്ളവരുടെ കാര്യം വിടാം. നമുക്ക് എന്ത് ജാതിയും മതവും. നമ്മൾ എല്ലാരും മനുഷ്യരാ. നമ്മുടെ കുട്ടികൾ ഒന്നിക്കണം. അതെ, അവരൊരുമിക്കണം. ദൈവം ഒരുമിപ്പിക്കും. നിങ്ങൾ കഴിക്ക്. എന്നാ പറയാനാ എൻ്റെ പാത്തുമ്മേ. എൻ്റെ മകൻ തോംസൺ പണ്ട് മുതലേ അമേരിക്കയിലുള്ള അവൻ്റെ കൂട്ടുകാരൻ്റെ മകൻ്റെ കാര്യം പറയും. നമ്മുടെ റിയ കൊച്ചിനെ, ഹോ, അവൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ റിയ കൊച്ചിനെ കലിപ്പ് കയറും. ഇവക്കാണെങ്കിൽ പാത്തുമ്മയുടെ കൊച്ചു മകനെ മതി, അമേരിക്കക്കാരന് വേണ്ടാന്ന്. എൻ്റെ മകൻ തോംസൺ വലിയ വാശിക്കാരനാ.
അവന്റെ പെമ്പ്രന്നോരാണേ അതിനേക്കാൾ വാശിക്കാരിയ സൂസിയേ. ഓ, എന്റെ റിയ കൊച്ചിന്റെ കല്യാണം എനിക്കൊരു സ്വപ്നമാണ്. ചന്തം ചാർത്തും മൈലാഞ്ചിയും ഒക്കെ. നിങ്ങൾക്കും ഉണ്ടോ നമ്മളെ പോലെ മൈലാഞ്ചി കല്യാണം? ആ പിന്നെ ഇല്ലേ, ഞങ്ങൾ ജ്ഞാനായക്കാരാ. നിങ്ങളെപ്പോലെ തന്നെ വലിയ ആഘോഷം ഞങ്ങൾക്കും. ആഹാ. എന്റെ റിയ കൊച്ച് ചട്ടയും മുണ്ടൊക്കെ ഉടുത്ത് കൗണിയും പൊതച്ച് മൈലാഞ്ചിക്കിരിക്കുന്നത് എന്റെ സ്വപ്ന. പക്ഷെ ഒന്നുണ്ട്, ചെറുക്കൻ നമ്മുടെ മുന്നവൻ തന്നെ ആയിരിക്കണം. അവൻ മനസ്സിന് നന്മയുള്ളവനാ, അവന് നല്ലതേ വരൂ. അവരുടെ സ്നേഹം സത്യമാണെങ്കിൽ അവരെ പടച്ചോൻ കാക്കും. നമ്മടെ രണ്ടാളുടെയും പ്രാർത്ഥന അവരുടെ കൂടെ ഉണ്ടല്ലോ. നിങ്ങൾ കണ്ടോളി. നിങ്ങൾ എന്തിനാ ഇവിടെ ഒറ്റയ്ക്ക് നിക്കണേ? നിങ്ങൾക്ക് കോട്ടയത്തേക്ക് പോയിക്കൂടെ? ആ കൊച്ചിന് കുറച്ച് സമാധാനം കിട്ടും. അത് പോയിട്ടൊരറിവും ഇല്ലല്ലോ. ശരിയാ, ഞാനും അത് ആലോചിക്കുക. പാത്തുമ്മേ, നേരെ ഒരുപാടായി, ഇനി കിടന്നോ. ദാ വെള്ളം ഇവിടെ ഉണ്ട് കേട്ടോ. പിതാവിനും പുത്രനും പരിശുദ്ധ അല്ല, യേശുവേ. इधर आओ सेट मारे सेच मारे इधर आओ പെടപെടക്കണ മീൻ സെറ്റ മാരെ സെച്ച് മാരെ നല്ല പെടപെടക്കണ മീൻ സെറ്റ പെടക്കണ മീൻ. ഈ മീൻ എന്താ വില? ഇധർ ആവോ 120 160 220 സെച്ച് മാരെ തീരാൻ പോണ്. പെടപെടക്കണ മീൻ സാള ഐല സെറ്റ മാരെ സെച്ച് മാരെ മീൻ തീരാൻ പോണ്. ഒരു 500 രൂപ എടുത്തേ. എന്താ സെറ്റാ, രാവിലെ ഒരു 500 തന്നതല്ലേ, നമ്മ ബിസിനസ് അല്ല. ഓ അതെ, കളിക്കല്ലേ, പറഞ്ഞങ്ങടെ അനുസരിച്ചാൽ മതി. ഒരു 500 രൂപ എടുത്തേ. എന്താട്ടാ ഗുണ്ടാപ്പിരിവാണോ? അന്യ നാട്ടുകാരായിട്ട് എന്തോ ആകാന്നാ? എടോ, താൻ അവിടെ നിന്ന് എന്തെങ്കിലും നക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ കൈ കഴുകിയാൽ മതി, ഇവിടെ ഒന്ന് കഴുകണ്ട. താൻ എന്തറിഞ്ഞിട്ടായി വർത്താനം പറയണത്? ഈ ആള് ഇവിടുത്തെ സ്റ്റാഫാണ്. ആണോടാ ബംഗാളി? ഇതാണ് ഇതിന്റെ മുതലാളി. അതെ, കാണാൻ ഒരു ലുക്കില്ലെന്നുള്ളൂ, ഒടുക്കത്തെ മുതലാളിയാ ഞാൻ. ബൈ ദ ബൈ, പറഞ്ഞിക്ക സമയമില്ല, ബിസിയാണ്. 500 രൂപ എടുത്തേ. ഇങ്ങ എടുക്കടാ. എടുത്തു കൊടുക്കടാ. അവന്റെ കിഡ്നി ചോദിച്ച പോലെയാണല്ലോ മുഖം ഇരിക്കണത്. വാ. ആഹാ, ബംഗാളികള് പറ്റിക്കുന്ന ഏരപ്പാളികള് എന്ത് സാധനം ചേട്ടാ, തൊലഞ്ചു പോകും. സെച്ചമാരെ സെറ്റമാരെ പെടപെടക്കണ മീൻ ഇതരാവോ ഇപ്പൊ തീരും നല്ല പെടക്കണ മീൻ പെടക്കണം എന്ന് പറഞ്ഞിട്ട് പെടക്കണില്ലല്ലോ. രാത്രി പിടിച്ചതാ ചേച്ചി, ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയതാ. ആ ചേച്ചി സെച്ചിന് അന്തർപ്പായസായിട്ട് അന്വേഷിച്ച്. ഞാൻ പറഞ്ഞില്ലേടി, അയാളെന്റെ പുറകെ നടക്കണേന്നു. ഭാര്യയായിട്ട് അഭിനയിക്കുന്നു പറഞ്ഞിട്ട് ഈ സൗന്ദര്യം കൂടിയാലുള്ള കാര്യം. ഞാനിപ്പോ വരാം, ചെറിയൊരു പരിപാടി ഉണ്ട്. എന്നടി ആള് മാനം നോക്കിക്കോ. നീ എന്തിനാ മേലിട്ട് നോക്കണ? നീയല്ലേ പറഞ്ഞ മാനം നോക്കാൻ? നിന്റെ മാനം നോക്കാനാ പറഞ്ഞ. പാടി. ഹലോ, മീൻ വാങ്ങാൻ വന്നായിരിക്കുമല്ലേ? അല്ല, കോതം പൊടിപ്പിക്കാൻ വന്ന. ചേച്ചി കളിയാക്കിയെന്ന് തോന്നുന്നു. ഇതിപ്പോ പൊടിപ്പിച്ചു കിട്ടൂലേ? എടാ, ഇവർക്ക് വേണ്ട മീൻ എന്താ വെച്ചാൽ കൊടുത്തു, അതിന്റെ പൈസ ഞാൻ തന്നേക്കാം. ചേട്ടാ അത് പറ്റില്ല, ആദ്യം കാശെടുക്ക്. ചേട്ടന്റെ ഭാര്യയായിട്ട് അഭിനയിച്ച ആരും വിശ്വസിക്കൂല. എന്റെ പൊന്നു പെങ്ങളെ, ഞാൻ കാല് പിടിക്കാം, ഒന്ന് വാ. ചേട്ടാ, ഞങ്ങളെ പോലത്തെ സൗന്ദര്യമുള്ളവരെ നോക്കാതെ ചേട്ടാ സൗന്ദര്യം ഇല്ലാത്തവരെ പോയി നോക്ക്. അതെ, സൗന്ദര്യം ഞങ്ങൾക്കൊരു ശാപമാണ്. പാടി, നമുക്ക് പോകാം. പോലെ 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 പോലെ. അതായത് ശത്രു കിളവർ. എന്റെ പൊന്ന് സേട്ടാ, മലയാളത്തെ ഇങ്ങനെ കൊള്ളല്ലേ. ചക്ഷുശ്രവണ കളസ്തമാം ദർദുരം. അത് തന്നെ. ഞങ്ങൾ കുറച്ച് ഡീസൻട്രിയുള്ള പെണ്ണുങ്ങളാണേ, ഞങ്ങളെ വിട്ടേക്ക്. പാടി വാ, ഇനി നിന്നാ രക്ത ഊറ്റി കുടിക്കുന്ന അവളപ്രക്കാച്ചി. ഏടി പിശാചുക്കളെ, നീയൊക്കെ ഇങ്ങനെ പറഞ്ഞ ബാക്കിയുള്ള പെണ്ണുങ്ങൾ എന്ത് പറയും? 2 അപ്സരസ് പോണ്. ഈ വയറ് പൊട്ടിയ ആൾക്ക് അതിലും ഭംഗിയുണ്ട്, ചാവങ്ങള്. സേട്ടാ, എന്റെ ബിസിനസ് കൊളാക്കല്ലേ. എടാ, ഇതുപോലത്തെ കൂതറുള്ള കച്ചവടം കിട്ടിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. പറഞ്ഞേട്ടാ, ഒരു 500 രൂപ എടുത്തേ. നേരത്തെ തന്നായിരുന്നല്ലേ? ഓക്കെ, വൈകിട്ട് വരാം. 500 രൂപ എടുത്ത് വെച്ചേക്ക്. മലയാളികളെ പറയിപ്പിക്കാൻ എന്ത് മനസ്സിനാ, എന്താ കാശ് ഹോഗയാ.
അടിപൊളി, നന്നായിട്ട് കച്ചവടം ചെയ്യും. 500 വൈകിട്ട്. മലയാളികളുടെ ഒരു കാര്യം, പൈസയും കൊണ്ടുപോയി, പണവും പോയി, കസും പോയി, കൂതാകാവ. ആ പെടക്കണ മീൻ സെട്ടന്മാരെ സെച്ചുമാരെ, പെടക്കണ മീൻ പെടക്കണ മീൻ. സൂസി, എന്തോ ആ കുടിച്ചോ. അമ്മേ ദേ അമ്മച്ചി വരുന്നുണ്ടല്ലോ. എന്നാടാ മോനെ നോക്കുന്നേ? നോക്കണ്ട, നിങ്ങൾ പറഞ്ഞത് ശരിയാ. ഇത്രയും വലിയ വീട് കിടക്കുമ്പം ഞാൻ എന്നാത്തിന് അവിടെ തനിയെ കഴിയുന്നേ? ഞാനിങ്ങ് പോന്നു. സുഖമല്ലേടി മോളെ? ഇതൊന്ന് പിടിച്ചേ. എന്നാ അതൊന്നു. ഇനി എന്താ? സൂസി, അമ്മച്ചിയുടെ മേലെപ്പോഴും ഒരു കണ്ണ് വേണം. ആ ഞാൻ അത് പറയാൻ വരുമായിരുന്നു. അമ്മച്ചി, എന്റെ പൊന്നു മോളെ. അമ്മച്ചി മോളെ, മോളെ. അയ്യോ എന്റെ പൊന്നു മോളെ. അമ്മച്ചി, എനിക്ക് വയ്യ. ഈ നരകത്തിൽ കിടന്ന് ഞാൻ ഒരുക്കുക. നീ വിഷമിക്കണ്ട. എന്റെ മനസ്സ് പറയുന്നു കർത്താവ് ഒരു വഴി കാണിച്ചു തരുമെന്ന്. ഈ വല്യമ്മച്ചിയുടെ ചക്കര കുട്ടി വിഷമിക്കണ്ട കേട്ടോ. മോളെ റിയേ, നീ ഇവിടെ ഇരിക്കായിരുന്നോ? ദേ നിന്നെ ഡാഡി വിളിക്കുന്നു. ഞാൻ പോവില്ല. മോളെ, മമ്മി പറഞ്ഞത് കേക്ക്. പോവാനല്ലേ പറഞ്ഞത്? എനിക്ക് ഇവള് കഴിഞ്ഞിട്ടേ നീയുള്ളൂ. ഇവള് നിന്റെ പെറ്റമ്മയാ. ഇവള് പറയുന്നത് നീ അനുസരിച്ചോണം. പൊക്കോ, പോടി. ഇത്ര ചൂട് വാ. കൊച്ചിനടുത്ത് ഇരുത്തൂല. വെച്ചിട്ടുണ്ട്.